CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്വകാര്യ ബസ്സുകളിൽ യാത്രാ ഇളവിനുള്ള തിരിച്ചറിയൽ കാർഡില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇനി ഇളവ് അനുവദിക്കില്ലെന്ന് ബസ് ഉടമകൾ. കഴിഞ്ഞ മാസം നടന്ന ജില്ലാ സ്റ്റുഡൻസ് ട്രാവൽ ഫെസിലിറ്റി യോഗത്തിലെ തീരുമാനപ്രകാരമുള്ള സമയം പൂർത്തിയായതിനാലാണ് ബസ് ഉടമകളുടെ തീരുമാനം. കരിങ്കലത്താണി തൊടുകാപ്പിൽ ദേശീയപാതയിൽ അപകടക്കെണിയായി രൂപപ്പെട്ട കുഴികൾ നികത്താത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് പാത ഉപരോധിച്ചു. പോലീസ് എത്തിയാണ് സമരക്കാരെ നീക്കം ചെയ്തത്. പെരിന്തൽമണ്ണ ദേശീയപാത ഓഫീസിന് മുൻപിലും യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധ സമരം നടത്തി. കടമ്പഴിപ്പുറം പോസ്റ്റ് ഓഫീസിൽ മോഷണ ശ്രമം. ശനിയാഴ്ച പോസ്റ്റ് ഓഫീസ് അടച്ചതിനു ശേഷം തിങ്കളാഴ്ച തുറക്കാൻ ഉദ്യോഗസ്ഥർ വന്നപ്പോഴാണ് മോഷണ ശ്രമം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. സാഹിത്യ പുരസ്കാരങ്ങൾ അർഹിക്കുന്നവരിൽ എത്തുമ്പോഴാണ് സാർത്ഥകമാവുകയെന്ന് മുൻ റവന്യൂ മന്ത്രി KE ഇസ്മായിൽ. എഴുവന്തല ഉണ്ണികൃഷ്ണൻ അനുസ്മരണ സമിതി നൽകിവരുന്ന 5ാമത് എഴുവന്തല ഉണ്ണികൃഷ്ണൻ സാഹിത്യ പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇസ്മായിൽ. 7 മാസം മുൻപ് കാണാതായ വിമുക്ത ഭടനെ തേടിയലഞ്ഞ് ബന്ധുക്കൾ. മലപ്പുറം അച്ചിങ്ങൽ സ്വദേശി നരിപ്പറ്റ അലവിയെ പോകാൻ സാധ്യതയുള്ളിടത്തെല്ലാം അന്വേഷിച്ചിട്ടും ഇതുവരെ കണ്ടെത്താനായില്ലെന്ന് ഭാര്യ KP ഫാത്തിമയും മകൻ അൽബക്കറത്തും ബന്ധു KP അബ്ദുൽ ഖാദറും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ജനുവരി 6-നാണ് അലവി ചെറിയ മകളായ ബേബി നസ്രീനയുടെ പഠനാവശ്യാർത്ഥം കുടുംബസമേതം ചെന്നൈയിലേക്ക് പുറപ്പെട്ടത്. പെരുമ്പാക്കത്ത് വെച്ച വാഹനത്തിൽ നിന്നും വാടക വീട്ടിലേക്ക് സാധനങ്ങൾ മാറ്റുന്നതിനിടെ കാണാതാവുകയായിരുന്നു. ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പള്ളിയിലാണെന്നും ഉടനെ വീട്ടിലേക്ക് വരാമെന്നുമായിരുന്നു മറുപടി. പിന്നീട് അങ്ങോട്ട് വിവരമൊന്നുമില്ല. അലവിക്ക് ചെറിയ ഓർമ്മക്കുറവുള്ളതിനാൽ മക്കളായ നസ്രീനയും സെയ്ർഫാനയും അന്നു തന്നെ പെരുമ്പാക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. മക്കളും ബന്ധുക്കളും ചെന്നൈ മുഴുവൻ തിരഞ്ഞിട്ടും വിവരമൊന്നും ലഭിച്ചില്ല. തൊട്ടടുത്ത ദിവസം രാവിലെ 3 കിലോമീറ്റർ അപ്പുറത്തുള്ള മൊബൈൽ ഷോപ്പിൽ ഫോൺ റീചാർജ് ചെയ്യാനായി ചെന്നിരുന്നുവെന്നും അവിടെ നിന്നും ഒരു സ്കൂട്ടറിൽ കയറിപ്പോകുന്ന CCTV ദൃശ്യമല്ലാതെ മറ്റൊന്നും ലഭിച്ചിട്ടില്ല. കമ്മീഷണർ ഓഫീസിലും ചെങ്കൽപ്പേട്ട് കളക്ടർക്കും മലപ്പുറം കളക്ടർക്കും MLAക്കും MP-ക്കും അടക്കം പരാതി നൽകിയിട്ടും നാളിതുവരെ അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല. മുഖ്യമന്ത്രിക്ക് 2 തവണ പരാതി നൽകിയിട്ടും ഗുണമൊന്നും ഉണ്ടായില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. ഞങ്ങൾ പോലീസിന്റെ ഫോളോ അപ്പിങ് ബന്ധപ്പെട്ട് ഞങ്ങൾ തന്നെ കുറേ സ്ഥലങ്ങൾ അന്വേഷിച്ച് അങ്ങനെ നോക്കി അവരോട് CCTV നോക്കാൻ പറഞ്ഞു. അപ്പോൾ CCTV നോക്കണമെങ്കിൽ ഒരു കുറഞ്ഞ സമയം ഒരു ദിവസം വരുള്ളൂ. ഒരു റിക്വസ്റ്റ് കൊടുക്കണം. പോലീസിന്റെ CCTV കാണണമെങ്കിൽ 5 മണിക്ക് വൈകുന്നേരം വന്നാൽ 7 മണി വരെ അവർ നോക്കുള്ളൂ. അതിനവർക്ക് എന്തെങ്കിലും സംതിങ് കൊടുക്കണം. പിന്നെ പോലീസുകാരെ ചോദിച്ച് ലഞ്ചം കൊടുക്കുമാന്ന് ചോദിച്ചിട്ടുണ്ട് അടുത്ത്. ലഞ്ചം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് അറിയില്ല. പിന്നെയാണ് പറഞ്ഞത് കൈക്കൂലിക്കാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞങ്ങളുടെ നാട്ടിൽ കേരള പോലീസൊന്നും ഇങ്ങനെ ചോദിക്കാറുമില്ല, പറയാറുമില്ല. അവിടെ നമ്മളൊരു എന്ത് കേസ് മിസ്സിങ് വന്നാലും 24 hours അല്ലെങ്കിൽ 2 ദിവസം കണ്ടുപിടിക്കും. നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് നമ്മളെ പോലീസിൻ്റെ വാല്യുവേഷനൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഇത് ട്രേസ് ചെയ്ത് കമ്മീഷണർ ഓഫീസിൽ പോയി വിളിക്കുമ്പോൾ ഒരു തന്നെ പറയണത്. പിന്നെ അവർ പല ആളുകൾ കലക്ടറുമായി ബന്ധപ്പെട്ട് പിന്നെ അവിടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് നമ്മൾ തഹസീൽദാർ, വില്ലേജ് ഓഫീസർ ഇങ്ങനെയൊക്കെ ഓരോ ആളുകളായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അപ്പോൾ അവരൊക്കെ പ്രസ് ചെയ്യുമ്പോൾ ഒരു കമ്മീഷൻ ഓഫീസിൽ നിന്ന് അവർ അസിസ്റ്റന്റ് കമ്മീഷണർ വിളിച്ചിട്ട് നമ്മൾ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പ്രസ് ചെയ്യണ്ട, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾ എന്തെങ്കിലും ഒരു എവിഡൻസ് കണ്ടെത്തിയാൽ നിങ്ങളെ വിവരം അറിയിക്കാന്ന് പറഞ്ഞു. കേരളത്തിലും തമിഴ്നാട്ടിലുമായി പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു ചെന്നെങ്കിലും ഇതുവരെ കണ്ടെത്താനായില്ല. സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ പലരുമായി ബന്ധപ്പെട്ടിട്ടും കാണാമറയത്തു തന്നെയിരിക്കുന്ന തങ്ങളുടെ പ്രിയ പിതാവിനെ തേടി അലയുകയാണ് മക്കളും ബന്ധുക്കളും. CCN മലപ്പുറം. സ്വകാര്യ ബസ്സുകളിൽ യാത്രാ ഇളവിനുള്ള തിരിച്ചറിയൽ കാർഡില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇനി ഇളവ് അനുവദിക്കില്ലെന്ന് ബസ് ഉടമകൾ. കഴിഞ്ഞ മാസം നടന്ന ജില്ലാ സ്റ്റുഡൻസ് ട്രാവൽ ഫെസിലിറ്റി യോഗത്തിലെ തീരുമാനപ്രകാരമുള്ള സമയം പൂർത്തിയായതിനാലാണ് ബസ് ഉടമകളുടെ തീരുമാനം.
ഓഗസ്റ്റ് 8 വരെയാണ് കളക്ടർ അധ്യക്ഷയായ സമിതി സമയം അനുവദിച്ചിരുന്നത്. 10-ാം തീയതി മുതൽ കാർഡ് മുഖാന്തരം യാത്രാ ഇളവ് നൽകാമെന്നാണ് ഒറ്റപ്പാലം ബസ്സുടമ സംയുക്ത സമിതിയുടെ തീരുമാനം. സർക്കാർ എയ്ഡഡ്, സർക്കാർ സ്വാശ്രയ വിഭാഗങ്ങളിലെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക് സ്ഥാപന മേധാവികൾ സാക്ഷ്യപ്പെടുത്തി നൽകുന്ന കാർഡാണ് വേണ്ടത്. ഹയർ സെക്കൻഡറിയും സർവകലാശാലകളിലും പ്രൈവറ്റായി പഠിക്കുന്നവർ സ്ഥാപന മേധാവി മുഖാന്തരം അപേക്ഷിച്ച് RTO നൽകുന്ന കാർഡാണ് ഉപയോഗിക്കേണ്ടത്. യാത്രാ ഇളവിന്റെ തിരിച്ചറിയൽ കാർഡ് അനുവദിക്കുന്നതിനായി വളരെ കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമേ മോട്ടോർ വാഹന വകുപ്പിനെ സമീപിച്ചിട്ടുള്ളൂ. ഇതാണ് കാർഡില്ലാതെ ഇനി യാത്രാ ഇളവ് അനുവദിക്കില്ലെന്ന് ഉടമകൾ തീരുമാനിക്കുന്നതിന് കാരണം. SLC തീരുമാനിച്ചത് ഓഗസ്റ്റ് 7-ന് കൺസെഷൻ കാർഡ് എല്ലാ സ്കൂളുകളും കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കണമെന്നാണ്. അത് ഇതുവരെ ആരും മേടിച്ചിട്ടില്ല. ഓഗസ്റ്റ് 10-ാം തീയതി മുതൽ കൺസെഷൻ കാർഡ് ഇല്ലാത്ത ഒരു വിദ്യാർത്ഥിക്കും കൺസെഷൻ അനുവദിക്കുന്നതല്ല. സ്ഥാപനത്തിലേക്കും തിരിച്ചും സഞ്ചരിക്കുന്നതിന് മാത്രമാണ് യാത്രാ ഇളവ് ഉണ്ടാവുക. അതും ഒരു ഭാഗത്തേക്ക് 40 കിലോമീറ്റർ എന്ന തരത്തിൽ മാത്രമേ ഇളവ് അനുവദിക്കൂ എന്നും ജില്ലാ സ്റ്റുഡൻസ് ട്രാവൽ ഫെസിലിറ്റി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. യാത്രാ ഇളവ് സംബന്ധിച്ച് യോഗങ്ങൾ ചേർന്ന് തീരുമാനങ്ങൾ എടുത്താലും വിദ്യാർത്ഥികളും ബസ് തൊഴിലാളികളും തമ്മിൽ തർക്കം പതിവാണ്. പലപ്പോഴും മിന്നൽ പണിമുടക്കിൽ വരെ എത്തുന്ന രീതിയിൽ തർക്കങ്ങൾ മാറാറുണ്ട്. ഇതെല്ലാം ഒഴിവാക്കാൻ കൂടിയാണ് യാത്രാ ഇളവിനുള്ള തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കുന്നതെന്നും ബസ് ഉടമകൾ പറയുന്നു. CCN ഒറ്റപ്പാലം. റോഡ് തകർച്ച. പെരിന്തൽമണ്ണ ദേശീയപാത ഓഫീസിന് മുൻപിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധ സമരം നടത്തി. 2 ദിവസത്തിനകം ശാശ്വത പരിഹാരം ഉണ്ടാക്കാമെന്ന ഉറപ്പിന്മേലാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചതെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കരിങ്കലത്താണി തൊടുകാപ്പിൽ രൂപപ്പെട്ട കുഴികളിൽ വീണ് ഇരുചക്ര വാഹനങ്ങൾക്കുൾപ്പെടെ അപകടങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് യൂത്ത് ലീഗ് സമരം നടത്തിയത്. കരിങ്കലത്താണി തൊടുകാപ്പ് 53-ാം മൈൽ മണലുംപുറം ഭാഗങ്ങളിലാണ് ടാറിംഗ് അടർന്നുള്ള കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പെരിന്തൽമണ്ണ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കാര്യാലയം ഉപരോധിച്ചത്. 2 ദിവസത്തിനകം ശാശ്വത പരിഹാരം ഉണ്ടാക്കാമെന്ന് AE ഷമീർ ബാബുവിന്റെ ഉറപ്പിന്മേൽ ഉപരോധ സമരം അവസാനിപ്പിച്ചു. തച്ചനാട്ടുകര പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് നിസാർ, സെക്രട്ടറി റാഫി, ഉനൈസ്, റഷീദ്, CP സൈതലവി, നൌഫൽ, ആഷിഖ്, റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. കരിങ്കലത്താണി തൊടുകാപ്പിൽ ദേശീയപാതയിൽ അപകടക്കെണിയായി രൂപപ്പെട്ട കുഴികൾ നികത്താത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് പാത ഉപരോധിച്ചു. പോലീസ് എത്തിയാണ് സമരക്കാരെ നീക്കം ചെയ്തത്. തുടർന്ന് പ്രതിഷേധ സമരവും നടത്തി. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ കരിങ്കലത്താണി തൊടുകാപ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ടാറിംഗ് അടർന്നുപോന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ ചെറുതും വലുതുമായ അപകടങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്ന സാഹചര്യത്തിലാണ് നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് ഉപരോധിച്ചത്. വലിയ ആഴത്തിലുള്ള വട്ടക്കുഴികളാണ് ദേശീയപാതയിൽ രൂപപ്പെട്ടിട്ടുള്ളത്. ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ പോകുമ്പോൾ ആ കുഴിയിൽപ്പെടുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം കുഴിയിൽ വീണ് തെന്നിവീണ ബൈക്ക് യാത്രികൻ ചികിത്സയിലാണ്. നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് റോഡ് ഉപരോധിച്ചത്. ഗതാഗതം തടസ്സപ്പെട്ടതോടെ നാട്ടുകൽ പോലീസ് സ്ഥലത്തെത്തി ഉപരോധക്കാരെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിന് നിയോജക മണ്ഡലം സെക്രട്ടറി അനസ് പൊമ്പ്ര സ്വാഗതം പറഞ്ഞു. മണ്ഡലം ട്രഷറർ EK മൊയ്തുബ് ഹാജി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് CP സുബൈർ അധ്യക്ഷനായി. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഹംസ മുഖ്യപ്രഭാഷണം നടത്തി. KP കുഞ്ഞു മുഹമ്മദ്, PT സയ്യിദ് മുഹമ്മദ്, ഇല്യാസ് കുന്നുംപുറം, ഉമ്മർ ചോലഞ്ചേരി, EK അസ്കർ, ഷമീർ, ഷാഫി, റാഫി, സലാം,
അലി, മൻസൂർ എന്നിവർ പ്രസംഗിച്ചു. CCN ചിത്തല്ലൂർ. സാഹിത്യ പുരസ്കാരങ്ങൾ അർഹിക്കുന്നവരിൽ എത്തുമ്പോഴാണ് സാർത്ഥകമാവുകയെന്ന് മുൻ റവന്യൂ മന്ത്രി KE ഇസ്മായിൽ. എഴുവന്തല ഉണ്ണികൃഷ്ണൻ അനുസ്മരണ സമിതി നൽകി വരുന്ന 5ാമത് എഴുവന്തല ഉണ്ണികൃഷ്ണൻ സാഹിത്യ പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇസ്മായിൽ. തിരുവനന്തപുരത്ത് പോയാലും കണ്ണൂർ പോയാലും കോഴിക്കോട് പോയാലും കൊല്ലത്തുകാരാണെങ്കിൽ അവർ ധാരണയൊക്കെ ഞാൻ പട്ടാമ്പിക്കാരനാണ്. ചിലർ എന്നെ കാണാൻ വേണ്ടി എന്നോട് എവിടെയാണ് വീടെന്ന് ചോദിക്കില്ല, നേരെ പട്ടാമ്പി വന്നിട്ടാണ് KE ഞാൻ പട്ടാമ്പി എത്തിയിട്ടുണ്ട് എവിടെയാണ് വരുന്നത് ചോദിക്കുക. ഞാൻ താമസിക്കുന്നത് 10-70 കിലോമീറ്റർ അകലെ മറ്റൊരു സ്ഥലത്താണെങ്കിൽ ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു പട്ടാമ്പിക്കാരനായി മാറിയ ഒരാളായിരുന്നു ഞാൻ. 3 പ്രാവശ്യം അവിടെ ജയിച്ചിട്ടുള്ളതെങ്കിലും ഞാൻ അവിടുത്തെ ഒരു ജനപ്രതിനിധിയെ പോലെ തന്നെ 88 മുതൽ കാലം തുടർച്ചയായിട്ട് അവിടെയൊക്കെ നിൽക്കുന്ന ഒരാളാണ്. അന്ന് മോഹനുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിട്ടുള്ള ഒരാളാണ്. പത്രപ്രവർത്തനങ്ങളിൽ മിക്കല്ല എൻ്റെ സുഹൃത്തുക്കൾ എന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ എല്ലാ പരിപാടികളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇതിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി. പിന്നെ ഈ പ്രദേശത്ത് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത് ചെറുതും വലുതുമായിട്ടുള്ള സാഹിത്യാഭിരുചിയുള്ളവരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, ചെറുകഥകളും ലേഖനങ്ങളും എഴുതുന്നവരുണ്ട്. അങ്ങനെ വിവിധ തുറകളിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന താല്പര്യമുള്ള ഭാഷണിയുള്ള ധാരാളം ആളുകൾ പങ്കെടുത്ത ഒരു സദസ്സ് എന്നുള്ളത് വളരെ സന്തോഷം ചെയ്യുന്നതാണ്. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം രാജേഷ് മേനോൻ മുഖ്യാതിഥിയായി. ഭാഷാപോഷിണി മുൻ പത്രാധിപർ KC നാരായണൻ, സാഹിത്യ പുരസ്കാരം നേടിയ മാധവൻ പുറച്ചേരി, പ്രൊഫസർ സതീഷ് പോൾ, പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ വാസു അരിക്കോട്, ഓമന T കരിമ്പുഴ, മോഹൻ ചരപ്പറമ്പിൽ എന്നിവർക്ക് 10,000 രൂപയും മൊമന്റോയും പ്രശസ്തി പത്രവും ഫലകവും KE ഇസ്മായിൽ നൽകി. അദ്ദേഹം ഒരു ചലച്ചിത്ര പ്രവർത്തകനാണ്. അടുത്ത സിനിമ ഇറങ്ങാൻ പോകുന്ന ഒരാളാണ്. തിരക്കഥാകൃത്താണ്, കവിയാണ്. അടുത്തത് ശ്രീമതി ഓമന T കരിമ്പുഴ. അവർ നേരത്തെ പറഞ്ഞ എല്ലാ സാഹിത്യ മേന്മയുമുള്ള ആളാണ് കരിമ്പുഴ. മദൻ സാർ പഠിക്കുന്നു. സാറ് അടുത്തത് ഗോപൻജി. മോഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരി, K ബാലകൃഷ്ണൻ, ബിജുമോൻ പന്തിരിക്കുലം, ഗോപൻ എഴക്കാട്, ശാലിനി മുരളി, സത്യഭാമ, ഉണ്ണി കരിമ്പുഴ, പ്രദീപ്, MT രഘുദാസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സമിതി ചെയർമാൻ TP ഹരിദാസൻ അധ്യക്ഷനായി. CCN ചെർപ്പുളശ്ശേരി. കടമ്പഴിപ്പുറം പോസ്റ്റ് ഓഫീസിൽ മോഷണ ശ്രമം. ശനിയാഴ്ച പോസ്റ്റ് ഓഫീസ് അടച്ചതിനു ശേഷം തിങ്കളാഴ്ച തുറക്കാൻ ഉദ്യോഗസ്ഥർ വന്നപ്പോഴാണ് മോഷണ ശ്രമം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. പോസ്റ്റ് ഓഫീസിന്റെ ജനൽ വഴിയാണ് മോഷ്ടാവ് ഓഫീസിനുള്ളിൽ കയറിയത്. ഫയലുകളും സാധന സാമഗ്രികളും വലിച്ചുവാരിയിട്ട നിലയിലാണ്. എപ്പോഴാണ് മോഷണ ശ്രമം നടന്നതെന്ന് കൃത്യമായി പറയാൻ കഴിഞ്ഞിട്ടില്ല. ശ്രീകൃഷ്ണപുരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. CCN കടമ്പഴിപ്പുറം. ഇന്ന് ലോക ഗജദിനം. ഗജവീരന്മാരുടെ സംരക്ഷണത്തിനായി 2011 മുതൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 12 ആനകളുടെ ദിനമായി ആചരിച്ചു വരുന്നുണ്ട്. തൃശൂരിലെ ഗോപു നന്ദിലത്തിന്റെ ഉടമസ്ഥതയിലാണെങ്കിലും കടമ്പഴിപ്പുറത്തുകാരുടെ പ്രിയപ്പെട്ടവനായി മാറിയ നന്ദിലത്ത് ഗോവിന്ദക്കണ്ണന്റെ വിശേഷങ്ങളിലേക്ക്.
ഏഷ്യൻ ആഫ്രിക്കൻ ആനകളുടെ ദുരവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായാണ് ലോക ആന ദിനം ആരംഭിച്ചത്. ചങ്ങലക്കിലുക്കത്തോടെ ചെവിയാട്ടി നടന്നുവരുന്ന ഗജവീരനെ എത്ര ദൂരെ നിന്നു കണ്ടാലും ഏത് ആനയാണെന്ന് പറയാൻ കഴിയുന്ന ആനപ്രേമികളുള്ള നാടാണ് കേരളം. അങ്ങനെയൊരു ആനപ്രേമത്തിന്റെ കഥയാണ് കർണാടകയിൽ നിന്നും കൊല്ലത്തേക്കും പിന്നീട് അവിടെ നിന്നും പൂരങ്ങളുടെ പൂരമായ തൃശൂരിലേക്ക് എത്തിയ ഗോവിന്ദക്കണ്ണന്റെ പാപ്പാൻ അനൂപിനും പറയാനുള്ളത്. എല്ലാവർക്കും ഒരു ഭീകരരൂപിയാണ്. പക്ഷെ അറിഞ്ഞു കൊണ്ടുവരുന്ന അവിടെ ഇപ്പൊ കാണുന്നല്ലേ അനൂപിന്റെ അച്ഛൻ അശോകൻ കൊണ്ടുനടന്ന അകാലത്തിൽ ചെരിഞ്ഞ തിരുവമ്പാടി ശിവസുന്ദറാണ് അനൂപിന്റെ ഇഷ്ടപ്പെട്ട ആനകളിലൊന്ന്. തൃശൂരിലെ ഗോപുനന്ദിലത്തിന്റെ ഉടമസ്ഥതയിലാണെങ്കിലും കടമ്പഴിപ്പുറത്തുകാരുടെ ഹൃദയത്തിലാണ് ഗോവിന്ദക്കണ്ണന്റെ സ്ഥാനം. പൂരപ്പറമ്പുകളിൽ നിറസാന്നിധ്യമാണ് ഗോവിന്ദക്കണ്ണൻ. കർക്കിടക മാസം ആയതിനാൽ തന്നെ സുഖചികിത്സയും കൂടാതെ പ്രധാന ക്ഷേത്രങ്ങളിലെ ആനയൂട്ടുകളിലും ഗോവിന്ദക്കണ്ണൻ പങ്കെടുക്കുന്നുണ്ട്. അവിടെ കഴിഞ്ഞിട്ടുള്ളൂ ആനകളൊക്കെ അവരാ കാരണം ആന അവരാരും ഇവ കഴിഞ്ഞിട്ടുള്ളതുണ്ട്. ഇത് ആനക്കാരനുള്ളതാണ്. ആനക്കാരൻ തന്നെ പിടിക്കാൻ അതാണ് അവൻ്റെ താല്പര്യം. CCN കടമ്പഴിപ്പുറം. നീരാക സംഘടിപ്പിച്ച ഭിന്നശേഷി കലാവിരുന്ന് ജില്ലയിലെ ഭിന്നശേഷി കുട്ടികൾക്ക് മികച്ചൊരു വേദിയായി. പാലക്കാട് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ താരേക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റി ഹാളിലായിരുന്നു കലാപരിപാടികൾ. കോങ്ങാട് MLA അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. മേജർ സുധാകരൻ പിള്ള നീരാഘ പദ്ധതി വിശദീകരണം നടത്തി. ഭിന്നശേഷി വ്യക്തികളുടെ പുരോഗതിയും മാർഗദർശിത്വവും ലക്ഷ്യമിട്ടുള്ളതാണ് നീരാഘ. മൃദംഗവാദകൻ കുഴൽമന്ദം രാമകൃഷ്ണൻ, ഫൈൻ ആർട്സ് സെക്രട്ടറി PN സുഭരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. റോഹൻ രാജ്കുമാർ പ്രാർത്ഥന ആലപിച്ചു. റീന സുധാകരൻ പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. R വിശ്വനാഥൻ സ്വാഗതവും ഡോക്ടർ ശിവശങ്കരൻ നന്ദിയും പറഞ്ഞു. CCN മണ്ണാർക്കാട്. പൂർണ്ണമായി ചികിത്സാ തുക നൽകാതെ ഇൻഷുറൻസ് കമ്പനി വഞ്ചിച്ചതായി പരാതി. ചീക്കോട് പഞ്ചായത്തിലെ മുണ്ടയ്ക്കൽ സ്വദേശി M അലിയാണ് പ്രമുഖ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. മുഴുവൻ ചികിത്സാ ചിലവുകളിൽ ലഭ്യമാകുന്ന 10 ലക്ഷം രൂപ വരെ കവറേജുള്ള പോളിസിയിലാണ് പരാതിക്കാരനും കുടുംബവും ചേർന്നത്. എന്നാൽ തന്റെ ഭാര്യയുടെ കാൽമുട്ടു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. 85,000 രൂപയാണ് ചികിത്സയ്ക്കായി ചിലവ് വന്നത്. എന്നാൽ 57,000 രൂപ മാത്രമാണ് കമ്പനി അനുവദിച്ചത്. ഇതേ തുടർന്ന് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ നേരിട്ടും അല്ലാതെയും ബന്ധപ്പെട്ടു. എന്നാൽ യാതൊരു അനുകൂല നിലപാടും ഉണ്ടായില്ല. സുഹൃത്തുക്കളിൽ നിന്നും പൈസ കടം വാങ്ങിയാണ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉപഭോക്തൃ കോടതിയിൽ പരാതി നൽകി. ഉപഭോക്തൃ കോടതിയുമായി ബന്ധപ്പെട്ട് അനുരഞ്ജന ആദ്യഘട്ട ചർച്ച നടന്നു. ഇതിൽ ന്യായമുണ്ടെന്ന് മനസ്സിലാക്കി 13,000 രൂപ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ തനിക്ക് കമ്പനിയുടെ പോളിസിയിൽ പറയുന്ന പോലെ മുഴുവൻ തുകയും അനുവദിക്കണമെന്നാണ് പരാതിക്കാരന്റെ വാദം. അവരനുവദിച്ച ഈ ഡിസ്ചാർജ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം, നമുക്ക് മുഴുവൻ തുകയും അനുവദിക്കാൻ കഴിയില്ല, ഇതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ആ കാരണങ്ങൾ ചോദിച്ചപ്പം അവർ കൃത്യമായൊരു മറുപടി ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഞാൻ കേസിന് പോയി, കൺസ്യൂമർ കോർട്ടിൽ കേസിന് പോയി. അതിപ്പോൾ 3 മാസമായി ആ കേസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 8-ാം തീയതി എന്നൊരു മീഡിയേഷന് വിളിച്ചായിരുന്നു കൺസ്യൂമർ കോർട്ടിൽ. അപ്പോൾ മീഡിയേഷനിൽ ഈ വക്കീൽ വന്നിട്ട് വക്കീൽ പറഞ്ഞത്, നിങ്ങൾക്ക് 13,000 രൂപ ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട്, ബാക്കിയുടെ തുക അനുവദിക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ അതെന്താണ് വക്കീൽ അങ്ങനെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അത്രയും ഞങ്ങൾ കമ്പനി അനുവദിച്ചിട്ടുള്ളൂ പറഞ്ഞു. അപ്പോൾ അതിന് കാരണം ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ഗ്ലൗസ്, പരുത്തി ഇങ്ങനെ തുടങ്ങിയിട്ട് സർജറിയുമായി ബന്ധപ്പെട്ട് വരുന്ന സാധനങ്ങൾക്കൊന്നും ഇൻഷുറൻസ് കിട്ടില്ല, അത് ഞങ്ങൾക്ക് അങ്ങനെ തരാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. ഇതിനെതിരെ കൂടുതൽ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും പരാതിക്കാരൻ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അനുരഞ്ജന ചർച്ചയിൽ കമ്പനിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വളരെ മോശമായ രീതിയിലാണ് പ്രതികരിച്ചത്. ഇതിനെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും പരാതിക്കാരൻ പറഞ്ഞു. CCN മലപ്പുറം. റീബിൽഡ് വയനാട് പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് കൈമാറുന്നതിനായി മലപ്പുറം ജില്ലയിലെ സ്കൂളുകളിൽ നിന്നും തയ്യാറാക്കിയ പഠന കിറ്റുകൾ കൈമാറി.
പഠന കിറ്റ് വഹിച്ചുള്ള വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് മലപ്പുറം കളക്ടറേറ്റ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ VR വിനോദ് നിർവഹിച്ചു. ചടങ്ങിൽ മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ KP രമേഷ് കുമാർ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ, ഹൈസ്കൂൾ പ്രധാന അധ്യാപക ഫോറം കൺവീനർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലയിലെ ഓരോ ഹൈസ്കൂളിൽ നിന്ന് പരമാവധി 3 കിറ്റുകൾ എന്ന തോതിൽ 4 വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നായി ശേഖരിച്ച 668 കിറ്റുകളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം വയനാട്ടിലെത്തിച്ചത്. ഓഗസ്റ്റ് 6-ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ കൽപ്പറ്റയിൽ നടന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ റീബിൽഡ് വയനാട് യോഗത്തിന്റെ തീരുമാനമനുസരിച്ചാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് കിറ്റുകൾ എത്തിച്ചു നൽകാൻ ധാരണയായത്. CCN മലപ്പുറം. തിരുവില്ലാമല ഒറ്റപ്പാലം മേഖല പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ 10ാമത് വാർഷികവും കുടുംബസംഗമവും നടത്തി. ഒറ്റപ്പാലം അരമന ഹോട്ടലിൽ വെച്ച് നടന്ന വാർഷിക സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി T ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഈ ജനങ്ങളെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെ റൂട്ടിൽ ബസ് വേണം, നിങ്ങൾക്ക് ഏതൊക്കെ റൂട്ടിൽ ബസ്സുകൾ വേണം എന്ന് നിങ്ങൾ പറയും. നിങ്ങൾ പറയുന്ന റൂട്ടിൽ ഞങ്ങൾ ബസ്സുകൾ ഉണ്ടാക്കി തരാം. എന്നിട്ട് ആളുകളോട് പറയുന്നത് ഏത് റൂട്ടിലൊക്കെ ബസ് വേണ്ടത്. ആളുകൾ ഓരോരുത്തർ എനിക്കെന്നിട്ട് ആ വഴി ഈ വഴി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ RTO ഒന്ന് എഴുതി കൊടുക്കുക, അടുത്ത ബോർഡിൽ വെച്ച് പാസ്സാക്കാം. അപ്പൊ അതിനൊരു കണ്ടീഷൻ മന്ത്രി പറഞ്ഞിട്ടുള്ള എന്താ പറയുക, നിങ്ങൾ ബസ്സുകാരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ പരസ്യമായ കാര്യമാണ്. അതിനൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാല് ഇത്തരം ബസ്സുകളുടെ പെർമിറ്റുകള് ജനകീയമായ സദസ്സുകളിൽ നിന്ന് ഉയർന്നു വരുന്ന പെർമിറ്റുകള് ആവശ്യപ്പെട്ടാൽ അത് KSRTCക്ക് ദോഷകരമല്ല എന്ന് തോന്നിയാൽ ആ പെർമിറ്റ് അനുവദിക്കണം. അതിന്റെ സമയം അനുവദിക്കുന്ന കാര്യത്തിൽ ആ ബസ്സുകൾക്ക് കൂടി നടത്താവുന്ന കണ്ടീഷനിൽ നടത്താവുന്ന തരത്തിലുള്ള ഒരു സമയമാണ് ആ ബസ്സുകൾക്ക് അനുവദിക്കേണ്ടത്. ഇത് മന്ത്രി വായിച്ചതാ, ആ യോഗത്തിന് മന്ത്രി പരസ്യമായിട്ട് വായിച്ചതാ. പ്രസിഡന്റ് KG രാജീവ് അധ്യക്ഷനായി. കുടുംബസംഗമം സംസ്ഥാന പ്രസിഡന്റ് N വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിച്ച് സ്വകാര്യ ബസ് മേഖലയെ നിലനിർത്തുവാൻ സർക്കാർ ഇടപെടണമെന്നും റോഡുകളുടെ തകർച്ച പരിഹരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സെക്രട്ടറി സുനിൽ, K റഹ്മാൻ, M രഞ്ജിത്ത്, C അയ്യപ്പൻ, K പ്രിയേഷ്, ശ്രീറാം നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. CCN ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വകാര്യ ബസ്സുകളിൽ യാത്രാ ഇളവിനുള്ള തിരിച്ചറിയൽ കാർഡില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇനി ഇളവ് അനുവദിക്കില്ലെന്ന് ബസ് ഉടമകൾ. കഴിഞ്ഞ മാസം നടന്ന ജില്ലാ സ്റ്റുഡൻസ് ട്രാവൽ ഫെസിലിറ്റി യോഗത്തിലെ തീരുമാനപ്രകാരമുള്ള സമയം പൂർത്തിയായതിനാലാണ് ബസ് ഉടമകളുടെ തീരുമാനം. കരിങ്കലത്താണി തൊടുകാപ്പിൽ ദേശീയപാതയിൽ അപകടക്കെണിയായി രൂപപ്പെട്ട കുഴികൾ നികത്താത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് പാത ഉപരോധിച്ചു. പോലീസ് എത്തിയാണ് സമരക്കാരെ നീക്കം ചെയ്തത്. പെരിന്തൽമണ്ണ ദേശീയപാത ഓഫീസിന് മുൻപിലും യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധ സമരം നടത്തി. കടമ്പഴിപ്പുറം പോസ്റ്റ് ഓഫീസിൽ മോഷണ ശ്രമം. ശനിയാഴ്ച പോസ്റ്റ് ഓഫീസ് അടച്ചതിനു ശേഷം തിങ്കളാഴ്ച തുറക്കാൻ ഉദ്യോഗസ്ഥർ വന്നപ്പോഴാണ് മോഷണ ശ്രമം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. സാഹിത്യ പുരസ്കാരങ്ങൾ അർഹിക്കുന്നവരിൽ എത്തുമ്പോഴാണ് സാർത്ഥകമാവുകയെന്ന് മുൻ റവന്യൂ മന്ത്രി KE ഇസ്മായിൽ. എഴുവന്തല ഉണ്ണികൃഷ്ണൻ അനുസ്മരണ സമിതി നൽകിവരുന്ന 5ാമത് എഴുവന്തല ഉണ്ണികൃഷ്ണൻ സാഹിത്യ പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇസ്മായിൽ. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.